ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. 2 മുട്ട വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടും നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനിവിടെ ഒരു സോസൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റവയാണ് വേണ്ടത്. അരക്കപ്പോളം റവയും കൂടി എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാം. ഇനി കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് മിക്സാക്കുന്നതായിരിക്കും നല്ലത്, എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്താൻ. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് കുഴഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് ഇനി മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അതൊന്ന് നന്നായി കുതിർന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വരെ നമ്മളിത് മാറ്റി വെക്കണം. നന്നായി മിക്സാക്കിയ ശേഷം 10 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് വെജിറ്റബിൾസും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തക്കാളിയാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, അതൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിതാ സവാളയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, അതിൽ നിന്ന് പകുതിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാനിത് കുറച്ച് വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അതാ നമ്മൾ കൈ നിറയെ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഇനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ നന്നായി മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ടയാണ് ചേർക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതാ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക, അതും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് നോക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ എരിവൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ തുടക്കത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ആവിയിലാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഓയിലെല്ലാം തടവിയിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ അതിൽ വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് റെഡിയാക്കാം. പിന്നെ നമ്മൾക്ക് ഇത് ഒരേ പാത്രത്തിലിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സാക്കി വേവിച്ചെടുത്താലും മതി. പിന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ അതാ ഞാനിവിടെ റെഡിയാക്കിയ ശേഷം ആവിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഈസിയാണ് കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കിത് വേണമെങ്കിൽ ഒന്ന് കോട്ടിങ് പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ മസാല ആക്കിയിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇത് 2 രീതിയിൽ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുക. 1/4 ടീസ്പൂൺ ആയാലും മതി ഗരം മസാല. പിന്നെ അതേപോലെ ജീരകം, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്കിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പൊക്കെ ഇട്ട് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിക്സിയിലോട്ട് കുറച്ചൊന്ന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ലൂസിലായിട്ടിരിക്കണം. അപ്പോൾ നമ്മളിത് മല്ലിയിലയും എല്ലാം ചേർത്തുകൊണ്ട് ഒന്ന് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ആ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ഈ ഒരു മസാലയിൽ നന്നായിട്ട് മുക്കി എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല ആക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാതെ ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ട് ആവിയിൽ വേവിച്ച് അങ്ങനെയും ഉണ്ടാക്കാൻ എടുക്കണം. അപ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം ബ്രൗൺ കളർ ആവാനും നിൽക്കണ്ട. കാരണം നമ്മൾ അതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്തതായതുകൊണ്ട് തന്നെ പുറമേക്ക് മാത്രം ഒരു ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇത് കഴിക്കുന്നത് ഒരു സോസും കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സോസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പിസ്സ സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾക്കാകുമ്പോൾ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും എല്ലാം ടേസ്റ്റ് തന്നെയാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇതുപോലുള്ള റെസിപ്പീസ് ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.